നമസ്കാരം, എല്ലാവർക്കും TV9 മലയാളത്തിലേക്ക് സ്വാഗതം. ഫിഫ ലോകകപ്പ് ഇന്ന് അർദ്ധരാത്രിയോടെ മെക്സിക്കോയിൽ അരങ്ങേറാണ്. മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ ആദ്യ മത്സരത്തിലൂടെ തന്നെയാണ് 2026 ഫിഫ ലോകകപ്പിന് അരങ്ങേറ്റം കൊടുക്കുന്നത്. 48 ടീമുകൾ, എനിക്കൊന്ന് ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ടീമുകൾ പങ്കെടുക്കുന്ന ഒരു ലോകകപ്പ് എന്ന പ്രത്യേകതയും ഈ പറയുന്ന രണ്ട് അമേരിക്കയും കാനഡയും മെക്സിക്കോയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ ലോകകപ്പിനുണ്ട്. ഈ ലോകകപ്പിലെ നാളെ പല കാര്യങ്ങളും ഈ ലോകകപ്പിൻ്റെ സ്ട്രീമിംഗ് സംബന്ധിച്ചുള്ള പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലോകകപ്പിലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും അവസാനത്തെ ലോകകപ്പ് എന്ന് പരിഗണിക്കാൻ സാധ്യതയുള്ള ഒരു ലോകകപ്പ് കൂടിയാണ് ഈ പ്രാവശ്യത്തേത്. അത് പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും വലിയ ആരാധക വൃന്ദമുള്ള ഫുട്ബോളിലും ഗോട്ട് എന്ന് വിശേഷിപ്പിക്കും. ഗോട്ട് നമ്മൾ പല പല സവിശേഷതകളുണ്ടെങ്കിലും ഒരു തരത്തിൽ ഗോട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉൾപ്പെടെയുള്ള 40 വയസ്സിന് മുകളിലുള്ള താരങ്ങളെ ഒരു അവസാനത്തെ ലോകകപ്പ് ആയിരിക്കാം ഇതെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമല്ല, 38 വയസ്സുള്ള ലയണൽ മെസ്സിയും 34-36 വയസ്സുള്ള നെയ്മറുടെയും അവസാനത്തെ ലോകകപ്പ് ഇതായിരിക്കുമെന്നുള്ള. കാരണം ഒന്നാമത്തെ കാര്യം, മെസ്സിക്ക് അടുത്ത ലോകകപ്പിലേക്ക് വരുമ്പോൾ ഏകദേശം 42 വയസ്സാകും. നെയ്മറിൻ്റെ നിലവിലുള്ള സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഈ പരിക്കും പ്രശ്നമാണ്. കാരണം ഇതുവരെ പരിക്കിന് പൂർണ്ണമായി മുക്തനായിട്ടില്ല. ഈ ബ്രസീലിൻ്റെ ആദ്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ ആദ്യ മത്സരങ്ങളിൽ നെയ്മർ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ തന്നെ ഇപ്പോഴും സംശയമാണ്. എന്നിരുന്നാലും ഇവരെല്ലാം ലാസ്റ്റ് ഡാൻസ് അല്ലെങ്കിൽ അവസാനത്തെ ലോകകപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നത് 40 വയസ്സിന് മുകളിലുള്ള ഏതാനും ചില താരങ്ങൾ ഈ ലോകകപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ തന്നെ ഈ ലോകകപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. അവരാരെല്ലാം എന്ന് നമുക്ക് പരിശോധിക്കാം. ലോകകപ്പ് ചരിത്രത്തിൽ കണക്കുകൾ പ്രകാരം 45 വയസ്സുള്ള ഈജിപ്തിൻ്റെ എസ്സാം എൽ ഹദിരിയാണ് ഇതുവരെ ലോകകപ്പ് കളിച്ചിട്ടുള്ളതിൽ ഏറ്റവും പ്രായം ചെന്ന 45-ാം വയസ്സിലാണ് എസ്സാം എൽ ഹദിരി ലോകകപ്പിൻ്റെ ഭാഗമായിട്ടുള്ളത്. പക്ഷേ എസ്സാം ഹദിരിയുടെ റെക്കോർഡ് ആരും തകർക്കുന്നില്ല. 43 വയസ്സുള്ള ക്രെയ്ഗ് ഗോർഡനാണ് ഈ ലോകകപ്പ് 2026 ലോകകപ്പിൽ ഏറ്റവും പ്രായം ചെന്ന ഒരു താരം, അല്ലെങ്കിൽ ഏറ്റവും പ്രായം ചെന്ന ഒരു താരം പങ്കെടുക്കുന്നത്. ഈജിപ്ഷ്യൻ താരത്തിൻ്റെ റെക്കോർഡ് അവിടെ തന്നെ നിലനിൽക്കുകയാണ്. ക്രെയ്ഗ് ഗോർഡൻ സ്കോട്ട്ലാൻഡ് ടീമിൻ്റെ ഗോൾ കീപ്പറാണ്. നേരത്തെ ആണെങ്കിൽ സണ്ടർലാൻഡ്, നമ്മുടെ ഇപ്പോഴത്തെ പ്രീമിയർ ലീഗിലെ ഭാഗമായ ടീമായ സണ്ടർലാൻഡും, അതേപോലെ തന്നെ പ്രീമിയർ ലീഗ് സെക്കൻഡ് ഡിവിഷൻ ടീമായ സെൽട്ടിക്കിൻ്റെയൊക്കെ, പ്രീമിയർ ലീഗിലല്ല, മറ്റ് സെൽട്ടിക് പ്രമുഖമായ യൂറോപ്യൻ ക്ലബ്ബായ സെൽട്ടിക്കിൻ്റെയൊക്കെ ഗോൾ കീപ്പറായിരുന്ന ക്രെയ്ഗ് ഗോർഡനാണ് ഈ ലോകകപ്പിൽ ഏറ്റവും പ്രായം ചെന്ന താരം. അതായത് 43 വയസ്സാണ് സ്കോട്ടിഷ് ഗോൾ കീപ്പറുടെ പ്രായം. ഈ നിരയിൽ രണ്ടാം നിരയിലുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ഫീൽഡ് താരങ്ങൾ, അതായത് മുന്നേറ്റ താരങ്ങൾ, അല്ലെങ്കിൽ മറ്റേ ഗോൾ കീപ്പർ എന്ന് പറയും, ഔട്ട്ഫീൽഡ് താരങ്ങളിൽ ഏറ്റവും പ്രായം ചെന്ന താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രായം 41 വയസ്സാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ പറ്റി മറ്റു കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ലോകകപ്പ് നേടാൻ സാധ്യതയുള്ള ടീം, പോർച്ചുഗലിനെ പോലെ ടീമിനെ നയിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നേതൃത്വത്തിലാണ് ഈ ലോകകപ്പിലും പോർച്ചുഗൽ എത്തുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ലോകകപ്പ് നേടാൻ സാധ്യതയുള്ള ടീം കഴിയുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സാന്നിധ്യം വലിയൊരു പങ്കാളിത്തം ടീമിന് വഹിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഫോമില്ലായ്മ, സന്നാഹ മത്സരത്തിലൊക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോ അത്ര കണ്ട ഫോമില്ലായ്മ വലിയ ചർച്ചയാവുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസം കാണുന്ന 2-1 ഇത് ടീമിൻ്റെ പേര് ഞാൻ മറന്നുപോയി, 2-1 ജയിക്കുമ്പോൾ അവിടെയും ക്രിസ്ത്യാനോ റൊണാൾഡോ 1-2 നല്ല ചാൻസുകൾ മിസ്സാക്കിയ കാര്യം ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. എന്നാലും 41-കാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോ ലോകകപ്പ് നേടുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കുന്ന നിരവധി ആരാധകരുണ്ട്. ഫുട്ബോൾ ആരാധകരും ഇത്തവണത്തെ ലോകകപ്പിനായി കാത്തിരിക്കുകയാണ്. റൊണാൾഡോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പട്ടികയിലുള്ളത് ലോകകപ്പിൻ്റെ തന്നെ താരപരിവേഷം, ലോകകപ്പിന് കൂടെ തന്നെ താരപരിവേഷം ലഭിച്ചിട്ടുണ്ട്. ഈ ലോകകപ്പിന് ശേഷം, ലോകകപ്പിൻ്റെ പുറത്ത്, ഫിഫ ലോകകപ്പിന് പുറത്ത് നമ്മൾ പറയുന്ന പോലെ ഈ ക്ലബ് ഫുട്ബോളുകളിൽ അത്ര കണ്ട് മികവ് പുലർത്താൻ സാധിക്കാതെ, എന്നാൽ ലോകകപ്പ് വരുമ്പോൾ അവിടെ ആ ഒരു പേര് എപ്പോഴും കേട്ടുകൊണ്ടിരുന്നതാണ് ഗിലോർമ ഒച്ചാവ. അതായത് മെക്സിക്കോയുടെ ഗോൾ കീപ്പർ താരമാണ് ഈ ഒച്ചാവ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു 2018 ലോകകപ്പിലാണെന്ന് തോന്നുന്നു
ഒച്ചാവയുടെ പ്രകടനം, അത് മെക്സിക്കോയ്ക്ക് കുറേ നാൾക്ക് ശേഷം മെക്സിക്കോയ്ക്ക് ഇത്രയും മികച്ച ഒരു പ്രകടനം ഒച്ചാവയിലൂടെ തന്നെയായിരുന്നു. ഒച്ചാവ ഗോൾ കീപ്പർ ഗോൾ വലയം കാത്ത് അതായത് തുരുതുരാവുന്ന ഷോട്ടുകൾ തടഞ്ഞ ഒച്ചാവയുടെ പ്രകടനം 2018 ലോകകപ്പിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. കാരണം ഇന്ന് ഒച്ചാവയുടെ പ്രായം 41 വയസ്സ് തന്നെയാണ്. ഇത് ഒച്ചാവയുടെ 6ാം ലോകകപ്പും കൂടിയാണ്. അപ്പോൾ ഈ ഒച്ചാവയുടെ പ്രായം 40കാരനാണ്. ഒച്ചാവയുടെ അന്നത്തെ പ്രകടനം, അതായത് ഒരു 10 വർഷം 32 വയസ്സിൽ ഒച്ചാവ കാണിച്ച പ്രകടനം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. പക്ഷെ അതിനുശേഷം ഒച്ചാവയ്ക്കാണെങ്കിൽ യൂറോപ്യൻ ക്ലബ്ബുകളിലേക്കൊക്കെ അവസരം ലഭിക്കുകയും, പക്ഷെ ആ ഒരു ഫോം അല്ലെങ്കിൽ ആ ഒരു മികവ്, ലോകകപ്പിലെ മികവ് ക്ലബ് ഫുട്ബോളുകളിൽ നിലനിർത്താൻ ഒച്ചാവയ്ക്ക് സാധിക്കാതെ വന്ന് വീണ്ടും തിരിച്ച് നോർത്ത് അമേരിക്കൻ ഫുട്ബോളിലേക്ക് മടങ്ങി പോകേണ്ട സ്ഥിതിയും വന്നിട്ടുണ്ട്. 2010 ലോകകപ്പ്, 2006 ലോകകപ്പ് തൊട്ട്, ഇറ്റലി നേടിയ 2006 ലോകകപ്പ് തൊട്ട് ഈ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് 2026 ലോകകപ്പിലും, അതായത് 20 വർഷത്തെ ലോകകപ്പ് പരിചയം ഈ പറയുന്ന ഒച്ചാവയ്ക്ക് ഉണ്ട്. ഈ പട്ടികയ്ക്ക് പിന്നെ ഉള്ളത് മാനുവൽ ന്യൂയർ ആണ്. മാനുവൽ ന്യൂയർ എന്ന് പറഞ്ഞാൽ 40 വയസ്സാണ്. മാനുവൽ ന്യൂയർ നമുക്ക് എല്ലാവർക്കും അറിയാം, ജർമ്മൻ ഫുട്ബോൾ ടീമിൻ്റെ ഗോൾ കീപ്പറാണ്. ബയൺ മ്യൂണിക്കിനും ജർമ്മൻ ക്ലബ്ബായ ബയൺ മ്യൂണിക്കിൻ്റെയും മെയിൻ ഗോൾ കീപ്പറാണ് 40-ായ മാനുവൽ ന്യൂയർ. 2014 ജർമ്മനി ലോകകപ്പ് നേടുമ്പോൾ ആ ടീമിൻ്റെ ഭാഗമായിരുന്നു, പ്രധാന താരവും കൂടിയായിരുന്നു മാനുവൽ ന്യൂയർ. ഇതിലെ മറ്റൊരു വെറ്ററൻ താരമാണ്, 40 വയസ്സ് തന്നെയാണ്, ലൂക്ക മോഡ്രിച്ച്. ക്രൊയേഷ്യൻ താരം, റയൽ മാഡ്രിഡിൻ്റെ മിഡ്ഫീൽഡ് താരമായ ലൂക്ക മോഡ്രിച്ചും ഈ പറയുന്ന ഈ പട്ടികയിൽ മറ്റൊരു പ്രായം വരെ 2014 ലൂക്ക മോഡ്രിച്ചും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോസ്നിയ ഹെർസഗോവിന എന്നാണ് ടീമിൻ്റെ ഗോൾ ഡിവിഷന് എഡിൻ സെക്കോ എന്ന് പറയും. എനിക്ക് തോന്നുന്നു മാഞ്ചസ്റ്റർ സിറ്റി, റോമ തുടങ്ങിയ ക്ലബ്ബുകളിൻ്റെ സ്ട്രൈക്കർ താരമായിരുന്നു എഡിൻ സെക്കോ. പിന്നെ കേപ്പ വേർഡ് എന്ന രാജ്യത്തിൻ്റെ ഗോൾ കീപ്പറായ വോസീനിയയും, പിന്നെ അതുപോലെ തന്നെ ഉറുഗ്വേയുടെ ഫെർണാണ്ടോ മുസേറിയും ഈ പറയുന്ന 40 വയസ്സിന് മുകളിലുള്ളവർ വെറ്ററൻ താരങ്ങളുടെ പേരിൽ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നേരത്തെ പറഞ്ഞ മെസ്സി 38 വയസ്സുണ്ട്, മെസ്സിയുണ്ട്. ഇവരുടെയൊക്കെ ഏകദേശം അവസാനത്തെ ലോകകപ്പാണെന്ന് കരുതുന്നു. പിന്നെ അതേപോലെ നെയ്മറിൻ്റെ ഏറ്റവും വലിയ ആശങ്ക, നെയ്മർക്ക് മെസ്സിയേക്കാളും പ്രായം കുറവാണെങ്കിലും ഏറ്റവും വലിയ ആശങ്ക നെയ്മറിനെ അലട്ടുന്ന പരുക്കാണ്. ഇതിന് മുമ്പുള്ള ലോകകപ്പിലെല്ലാം നെയ്മറെ പിന്നോട്ട് വലിക്കുന്നതെല്ലാം പരുക്കുകളാണ്. കാരണം ലോകകപ്പിൽ വരുമ്പോഴത്തേക്കുള്ള പരുക്കൻ രീതിയിലുള്ള പ്രകടനവും കാര്യങ്ങളും നേരിടേണ്ടി വരുമ്പോൾ അവിടെ പരുക്ക് വലിയ രീതിയിൽ വെല്ലുവിളിയായിട്ടുണ്ട്. അത് തന്നെ ഈ പരുക്ക് തന്നെ വലിയ രീതിയിൽ നെയ്മറിൻ്റെ കരിയറിനെ തന്നെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, എന്നിട്ടും ലോകകപ്പിൻ്റെ ഭാഗമായി വരുമ്പോൾ, കാർലോസ് അഞ്ചലോട്ടിയുടെ കീഴിൽ ബ്രസീലിയൻ ടീമിൻ്റെ ഭാഗമായി നെയ്മർ വരുമ്പോൾ അവിടെയും ഈ പരിക്കിനെയെല്ലാം മറികടന്ന് നെയ്മർ പ്രകടനം കാഴ്ചവെക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡാൻസ് എന്ന് പറയുമ്പോൾ 40 വയസ്സിന്, അതായത് പ്രായം കൂടിയ താരങ്ങൾ വരുന്ന ഒരു ലോകകപ്പ് എന്ന രീതിയിൽ നമ്മൾ പരിഗണിക്കുമ്പോൾ, ഈ പ്രായം കൂടിയത് മാത്രമല്ല, 18 വയസ്സുള്ള സ്പെയിനിൻ്റെ ബാഴ്സലോണയുടെ ലാമാസിയ താരമായ ലമീൻ യമാലും PSG-യുടെ യമാൽ തുടങ്ങിയ താരങ്ങളെല്ലാം ഈ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ്. 18 വയസ്സുള്ള ലമീൻ യമാൽ ഈ പറയുന്ന ലോകകപ്പിലേക്ക് വരുമ്പോൾ അപ്പം വലിയൊരു രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായിരിക്കും ഈ ലോകകപ്പിൽ നടക്കാൻ പോകുന്നത്? വലിയൊരു മാറ്റമുണ്ടും. ആര് ലോകകപ്പ് നേടും? അപ്പം എൻ്റെ ചോദ്യം, ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ലോകകപ്പിൽ ആരാണ് മുത്തമിടുക? ആര് നേടും? അർജന്റീന വീണ്ടും മുത്തമിടുവോ? ഫ്രാൻസോ അല്ലെങ്കിൽ ബ്രസീലോ പോർച്ചുഗൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ലോകകപ്പിൽ മുത്തമിടുവോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.